കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ഈ ലേഖനം ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര മഹത്തായതാകുന്നു എന്ന്. ഞാൻ സാധാരണ പറയാറുള്ളതുപോലെ ഈ ലേഖനം ഈ ദിവസങ്ങളിൽ എത്രയധികം പ്രാവശ്യം വായിക്കാമോ അത്രയേറെ പ്രാവശ്യം വായിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ഈ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങളുടെ സ്നേഹിതരെ കൂടി പ്രോത്സാഹിപ്പിക്കുമല്ലോ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ആലോചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ ലേഖനത്തിന്റെ എഴുത്തുകാരൻ പൌലോസ് അപ്പോസ്തലനാണ്. ഫിലിപ്പി ലേഖനത്തെപ്പോലെ തന്നെ കൊലോസ്യ ലേഖനവും കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ്. പൌലോസ് അപ്പോസ്തലൻ റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എഴുതിയ ലേഖനങ്ങളെയാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് വിളിക്കുന്നത് എന്ന് നാം നേരത്തെ കണ്ടല്ലോ. എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോൻ എഴുതിയ ആ ചെറിയ ലേഖനം, ഇവയാണ് കാരാഗ്രഹ ലേഖനങ്ങളിൽ ഉൾപ്പെടുന്നത്. താങ്കൾ ഇത് പ്രത്യേകം ഓർത്തിരിക്കുന്നത് പ്രയോജനം ചെയ്യും. ഏകദേശം AD 62 4 ദൂതുവാഹികൾ വിലപ്പെട്ട രേഖകളുമായി ശ്രദ്ധിക്കപ്പെടാതെ റോം വിട്ടുപോയി. തിഹിക്കോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനവുമായിട്ടാണ് യാത്ര പുറപ്പെട്ടത്. തിഹിക്കോസ് എഫെസോസിലെ സഭയുടെ പട്ടക്കാരനോ ചുമതലക്കാരനോ ആയിരുന്നിരിക്കാം. ഫിലിപ്പിയ സഭയുടെ പാസ്റ്ററായിരുന്ന എപ്പഫ്രോദിത്തോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവുമായി യാത്രയായി. കൊലോസിയിലെ സഭയുടെ നേതാവായിരുന്ന എപ്പഫ്രാസ് കൊലോസിയർക്ക് എഴുതിയ ലേഖനവുമായിട്ടാണ് പോയത്. ഫിലോമോൻ എഴുതിയ ലേഖനം ഒനേസിമോസ് തന്നെയാണ് കൊണ്ടുപോയത്. ഫിലോമോൻ ഒനോസിമോസിന്റെ യജമാനനായിരുന്നു. ഒനോസിമോസ് ഒളിച്ചോടിപ്പോയതിനു ശേഷം മടങ്ങി ഫിലോമോന്റെ അടുത്തേക്ക് പോകുകയായിരുന്നു. ഈ 4 ലേഖനങ്ങളും പരസ്പര ബന്ധമുള്ളവയാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ എല്ലാ വശങ്ങളും ഈ ലേഖനങ്ങളിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസികളുടെ കൂട്ടമായ സഭയെയും അതിന്റെ തലയായിരിക്കുന്ന ക്രിസ്തുവിനെയും കുറിച്ചാണ് എഫേസ്യ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ ശരീരമായ സഭയുടെ തലയായ ക്രിസ്തുവിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന് 2ാം സ്ഥാനമേ ഉള്ളൂ. ക്രിസ്തുവാണ് പ്രധാന വിഷയം. ക്രിസ്ത്യ ജീവിതത്തിൽ സകലവും ക്രിസ്തുവാകുന്ന കേന്ദ്ര ബിന്ദുവിനെ ആധാരമാക്കിയാണ് തിരിയുന്നത്. ക്രിസ്തു ദൈവത്തിന്റെ പൂർണ്ണതയാണെന്ന് കൊലോസ്യ ലേഖനം വ്യക്തമാക്കുന്നു. ഫിലിപ്പി ലേഖനത്തിൽ ക്രിസ്തീയ ജീവിതമാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ ഭൂമിയിൽ നടക്കുന്ന സഭ. ഫിലിപ്പി ലേഖനത്തിൽ ക്രിസ്തുദാസനായി തീർന്ന അവസ്ഥയെക്കുറിച്ച് പ്രസ്താവിക്കുന്നു എന്നും ഫിലിപ്പി ലേഖനം പഠിച്ചപ്പോൾ നാം കണ്ടുവല്ലോ. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക വശം ഫിലോമോന് എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. ജാതീയ സമൂഹത്തിൽ ക്രിസ്തീയ തത്വങ്ങൾ എപ്രകാരം പ്രായോഗികമായിരുന്നു എന്നും ഇത് വെളിപ്പെടുത്തുന്നു. ഈ 4 ലേഖനങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ സഭയുടെ അഥവാ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കുന്നു. അവയുടെ ആത്മീയ വില മാനുഷികമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ പോലും കഴിയുന്നതല്ല. കൊലോസിയിലെ സഭ നാം നോക്കുമ്പോൾ അത് കൊലോസ്യ പട്ടണം ലവോദിക്കയുടെ അടുത്തുള്ള ഒരു നഗരമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് ആ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അന്നത്തെ പള്ളിയുടെ അവശിഷ്ടങ്ങൾ ഒന്നും കാണുവാനില്ല. കാരണം കൊലോസിയിലെ സഭ ഫിലോമോന്റെ വീട്ടിലായിരുന്നു കൂടി വന്നിരുന്നത്. കൊലോസിയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നോ എന്ന് ഞാൻ സംശയിക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രദേശത്തൊരു മഹത്തായ സംസ്കാരവും ഒരു വലിയ ജനസമൂഹവും ഉണ്ടായിരുന്നു. പൂർവ്വദേശത്തേക്കുള്ള ഒരു കവാടം പോലെയായിരുന്നു അത്. പൂർവ്വ പശ്ചിമ ദേശങ്ങളുടെ സമ്മേളന സ്ഥാനമായിരുന്നു അത്. പൂർവ്വദേശത്തെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് റോമാ സാമ്രാജ്യം പരിശ്രമം നടത്തിയത് ഇവിടെയാണ്. ലവോദിക്ക, ഫിലദൽഫിയ, സർദീസ്, തുയത്തൈര, പെർഗമോസ് എന്നീ പട്ടണങ്ങളെപ്പോലെ കോട്ട കെട്ടി ഉറപ്പാക്കിയ നഗരമായിരുന്നു കൊലോസിയും. ഇവയെല്ലാം കിഴക്കു നിന്നുള്ള ആക്രമണത്തെ ചെറുത്തു നിൽക്കുന്നതിന് പ്രതിരോധമായി നിന്നിരുന്ന പട്ടണങ്ങളായിരുന്നു. എന്നാൽ പൌലോസിന്റെ കാലമായപ്പോഴേക്കും റോമൻ സാമ്രാജ്യം ലോകത്തിൽ ഭൂരിഭാഗവും തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവന്നിരുന്നതിനാൽ
മറ്റ് ആക്രമണ ഭീതിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരുന്നു. അതിന്റെ ഫലമായി പൌലോസിന്റെ കാലത്തെ ജനങ്ങൾ ജാതീയ ചിന്തയിലും അധാർമിക പ്രവർത്തനങ്ങളിലും മുഴുകിയിരുന്നു. അക്കാലത്തെ വലിയ പട്ടണങ്ങളുടെ ഒരു നല്ല ഉദാഹരണമാണ് കൊലോസിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് ലഭിക്കുന്ന രേഖ അനുസരിച്ച് പൌലോസ് അപ്പോസ്തലൻ ഒരിക്കലും കൊലോസ്യ പട്ടണം സന്ദർശിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാവുന്നതത്രേ. കൊലോസ്യയ്ക്ക് വടക്കുള്ള സർദീസിൽ കൂടി കടന്നുപോകുന്ന റോമൻ വീഥിയിൽ കൂടിയായിരിക്കാം പൌലോസ് അപ്പോസ്തലൻ എഫെസോസിൽ വന്നത്. അങ്ങനെ കൊലോസ്യ പട്ടണം സന്ദർശിക്കാൻ കഴിയാതെ പോയിരിക്കാനാണ് സാധ്യത. പൌലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭ സന്ദർശിച്ചിട്ടില്ലെങ്കിലും അവിടുത്തെ സഭയുടെ സ്ഥാപകൻ പൌലോസ് അപ്പോസ്തലൻ തന്നെയാണ്. എപ്പഫ്രാസ് ആയിരുന്നു ആ സഭയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. അങ്ങനെ പ്രത്യക്ഷമായ സ്ഥാപകൻ എപ്പഫ്രാസ് ആയിരിക്കാമെങ്കിലും പൌലോസാണ് കൊലോസിയിൽ സഭ സ്ഥാപിച്ചത്. പൌലോസ് അപ്പോസ്തലൻ ലവോദിക്കയിൽ പോയിരിക്കാനിടയുണ്ട്. അവിടെ നിന്നും വിശ്വാസികൾ കൊലോസിയിലേക്കും വന്നു കാണും. എന്നാൽ പൌലോസിന്റെ എഫെസോസിലെ പ്രവർത്തനത്താൽ രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വന്ന വിശ്വാസികൾ കൊലോസിയിലേക്ക് ചെല്ലുകയും അവിടെ സഭ രൂപം കൊള്ളുവാൻ ഇടയാകുകയും ചെയ്തു എന്നത് തർക്കമറ്റ സംഗതിയാണ്. എഫെസോസിൽ നിന്ന് ഏകദേശം 100 മൈൽ കിഴക്കാണ് കൊലോസ്യ സ്ഥിതി ചെയ്യുന്നത്. പൌലോസ് അപ്പോസ്തലൻ 3 സംവത്സരം എഫെസോസിൽ പാർത്തുകൊണ്ട് ശുശ്രൂഷ ചെയ്തു എന്ന് നാം വചനത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. ആ സ്ഥലത്ത് ഒരു ശ്രേഷ്ഠമായ സംസ്കാരമുണ്ടായിരുന്നു. റോമ സാമ്രാജ്യത്തിന്റെ സംസ്കാരം ആയിരുന്നു അവിടെ കാണുവാൻ കഴിഞ്ഞിരുന്നത്. റോമ സാമ്രാജ്യത്തിന്റെ സംസ്കാരം അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചിന്തിക്കാവുന്നതാണ്. യവന സംസ്കാരവും അവരുടെ തത്വജ്ഞാനവും അധപ്പതിച്ചിരുന്ന ഒരു കാലയളവ്. എന്നാൽ യവന സംസ്കാരം അന്ന് ഏഷ്യ മൈനറിൽ, അതായത് ഇന്ന് ടർക്കി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് പ്രാബല്യം പ്രാപിച്ചിരുന്നു. അവിടെയാണ് പൌലോസ് അപ്പോസ്തലൻ തന്റെ സഹപ്രവർത്തകരുമായി അധികം വേല ചെയ്തത്. പൌലോസ് അപ്പോസ്തലനോടൊപ്പം മർക്കോസും ബർന്നബാസും ശീലാസും തിമത്തിയോസും മറ്റ് അപ്പോസ്തലന്മാരും ഉണ്ടായിരുന്നിരിക്കണം. യോഹന്നാൻ അപ്പോസ്തലൻ പിൽക്കാലത്ത് എഫെസോസിലെ സഭയുടെ അധ്യക്ഷനായി തീർന്നു എന്ന് നമുക്കറിയാമല്ലോ. കൊലോസിയിലെ പ്രശ്നത്തെക്കുറിച്ച് നാം കാണുമ്പോൾ ഏഷ്യ മൈനർ പ്രദേശം ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ അത് അവിശ്വാസത്തിന്റെയും പ്രാകൃത മതവിശ്വാസത്തിന്റെയും നിഗൂഢ മതത്തിന്റെയും കേന്ദ്രവും ആയിരുന്നു. ജ്ഞാനവാദവും അവിടെ പ്രചരിച്ചു തുടങ്ങിയിരുന്നു. ക്രിസ്തീയ സഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടതായി വന്ന ആദ്യത്തെ ദുരുപദേശം ആകുന്നു ജ്ഞാനവാദം. ജ്ഞാനവാദം പല രൂപത്തിൽ പ്രചരിച്ചിരുന്നു. കൊലോസിയിൽ എസേന്യർ എന്നു പേരോടുകൂടിയ സന്യാസ സമൂഹമാണ് ഉണ്ടായിരുന്നത്. അവരെ തിരിച്ചറിയുന്നതിന് 3 ലക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അവർക്ക് പ്രത്യേക ചിന്തയും തീഷ്ണതയും ഉണ്ടായിരുന്നു. ജ്ഞാനം തങ്ങളുടെ കുത്തകയാണെന്ന് അവർ ചിന്തിച്ചിരുന്നു. അറിവ് തങ്ങളുടെ കൈക്കീഴിൽ കൂടിയേ പകർന്നു കൊടുക്കാൻ കഴിയൂ എന്നവർ കരുതിയിരുന്നു. അറിവും ജ്ഞാനവും കൈകാര്യം ചെയ്യുവാൻ അവകാശപ്പെട്ടവർ തങ്ങളാണെന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിനാൽ തന്നെ അപ്പോസ്തലന്മാരിൽ ആരെക്കാളും അറിവ് തങ്ങൾക്കുണ്ടെന്ന് അവർ വിചാരിച്ചിരുന്നു. അതിനാൽ 1-ാമത്തെ അധ്യായത്തിൽ, കൊലോസ് ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പൌലോസ് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു എന്ന് 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യാതൊരു വിധമായ ദുരുപദേശത്താലോ മതാചാര സമ്പ്രദായത്താലോ പൂർണ്ണത കാണുവാൻ കഴിയുകയില്ല. യേശുക്രിസ്തുവിൽ മാത്രമേ പൂർണ്ണത കാണുവാൻ സാധ്യമാകുകയുള്ളൂ. സകല ജ്ഞാനവും അവനിൽ കണ്ടെത്താവുന്നതത്രേ. രണ്ടാമതായി, സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് സംശയകരമായ ചിന്താഗതിയാണ് ഈ എസേന്യർ വെച്ചു പുലർത്തിയിരുന്നത്. ദൈവം അഖിലാണ്ടത്തെ നേരിട്ട് സൃഷ്ടിച്ചു എന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. ദൈവം ഒരു ജീവിയെ സൃഷ്ടിച്ചു, അത് മറ്റൊന്നിനെ സൃഷ്ടിച്ചു, അങ്ങനെ അവസാനം ഒരു ജീവി ഭൌതിക ലോകത്തെ സൃഷ്ടിച്ചു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഈ സൃഷ്ടിപ്പിന്റെ നീണ്ട പരമ്പരയിലെ ഒരു സൃഷ്ടിയായിട്ടാണ് അവർ ക്രിസ്തുവിനെ കണ്ടിരുന്നത്. ഇത് ഗ്രീക്ക് തത്വശാസ്ത്രത്തിലെ സർവ്വദേവവാദത്തിൽ വിശ്വകർമാവ് അഥവാ ഡെമ്യൂറേജ് എന്നറിയപ്പെടുന്നത്. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും
2 അധ്യായത്തിന്റെ 18 വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ അതിനെ ഖണ്ഡിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. 3 സന്യാസവൃത്തിയും കടിഞ്ഞാണില്ലാത്ത കാമാസക്തമായ ജീവിത രീതിയും അവരുടെ മറ്റൊരു അടയാളമായിരുന്നു. ഗ്രീക്ക് സ്തോയിക്കരുടെ സ്വാധീനത്താൽ അവർ സന്യാസവൃത്തിയും എപ്പിക്യൂര്യരിൽ നിന്ന് കാമാസക്തമായ ജീവിത രീതിയും അവർ അവലംബിക്കുകയാണ് ചെയ്തത്. കൊലോസ് ലേഖനം 2 അധ്യായത്തിന്റെ 16 23 വാക്യങ്ങളിലും 3 അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അപകടം പതിയിരിക്കുന്ന ആഴിയിലൂടെ തോണി നയിക്കുവാൻ ഒരു വിശ്വാസിയെ സഹായിക്കുന്ന പടവും വടക്ക് നോക്കി യന്ത്രവുമാണ് കൊലോസി ലേഖനം. ഒരു വശത്ത് എപ്പോഴും ക്രിസ്തുമാർഗം ഒരു രൂപമായി, അതായത് വെറും ആചാരക്രമമായി തണുത്തു വിറങ്ങലിച്ചു പോകുന്ന വിപത്ത്. ഇന്ന് അനേകരുടെയും ഭക്തി, ദൈവത്തോടുള്ള ബന്ധം ശവസംസ്കാര ചടങ്ങിൽ ഭംഗിയായി അലങ്കരിച്ചിട്ടിരിക്കുന്ന ശവശരീരത്തിനു ചുറ്റും നിന്ന് കരയുന്നവരോടുള്ള വികാരത്തിൽ കൂടുതലായി ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം. ഒരു വശത്ത് എപ്പോഴും ക്രിസ്തുമാർഗം ഒരു രൂപമായി, അതെ, വെറും ആചാരക്രമമായി തണുത്ത് വിറങ്ങലിച്ചു പോകുന്ന വിപത്ത്. അനേകരുടെയും ഭക്തി, ദൈവത്തോടുള്ള ബന്ധം, ഞാൻ ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് ദൈവത്തോടുള്ള ബന്ധം ശവസംസ്കാര ചടങ്ങിൽ ഭംഗിയായി അലങ്കരിച്ചിട്ടിരിക്കുന്ന ശവശരീരത്തിന് ചുറ്റും നിന്ന് കരയുന്നവരോടുള്ള വികാരത്തിൽ കൂടുതലായി ഒന്നുമില്ല. ഇങ്ങനെ അനേകം സ്ഥാനങ്ങളിലും ഒട്ടനേകം സഭകളിലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവിടൊക്കെ ക്രിസ്തുമാർഗം എന്നാൽ, ക്രിസ്തീയ ആരാധന എന്നാൽ ഒരു പതിവ് ക്രമത്തിലൂടെ പോകുന്നത് എന്നൊഴിച്ച് മറ്റൊന്നുമല്ല. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗത്തിന്റെ പ്രശ്നമല്ല. മിക്കവാറും എല്ലായിടത്തും ഈ മരവിച്ച സ്ഥിതി കാണാവുന്നതാണ്. ജീവിതം ആകെ തെറ്റിയാലും സാരമില്ല, ആരാധനാക്രമത്തിലെ ഒരു വരി തെറ്റിയാൽ ആകെ തകർന്നു എന്ന് ചിന്തിക്കുന്ന ആ അവസ്ഥ. ഹൃദയമിടാതുള്ള ഭക്തി, ജീവിതമില്ലാത്ത മാർഗം, ഏതോ ചില ആചാരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ദൈവഭക്തി, ഇത് അർത്ഥശൂന്യമാണ്, ദൈവം അംഗീകരിക്കാത്തതാണ്. ഇനി മറുവശത്ത് ക്രിസ്തുമാർഗം ഒരു സിദ്ധാന്തമായി, ഒരു തത്വശാസ്ത്രമായി ബാഷ്പീകരിക്കപ്പെട്ടു പോകുന്നു. അതെ, ലിബറൽ ദൈവശാസ്ത്രത്തെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യൻ എന്നോട് ഒരിക്കൽ ചോദിച്ചു, താങ്കളുടെ ഉത്തേജന സിദ്ധാന്തം ഏതാണ് എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഉത്തേജനം നൽകുന്നത് ഒരു സിദ്ധാന്തമല്ല, ദൈവവചനം സ്വയം സമർത്ഥിക്കുന്നത് പോലെ അത് ദൈവ വെളിപ്പാടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു സിദ്ധാന്തമല്ല. പ്രേരിത സിദ്ധാന്തത്തെക്കുറിച്ചും പാപപരിഹാര സിദ്ധാന്തത്തെക്കുറിച്ചും എല്ലാം ആളുകൾ സംസാരിക്കുന്നത് നാം കേൾക്കാറുണ്ടല്ലോ. അതത്രേ ക്രിസ്തുമാർഗം ഒരു തത്വശാസ്ത്രമായി ബാഷ്പീകരിക്കപ്പെട്ടു പോകുന്ന അവസ്ഥ. ₹1 കിട്ടിയാൽ ഒന്നുകൂടി കടം വാങ്ങി കള്ളുകുടിക്കുകയും വേശ്യാലയത്തിലും ചീട്ടുകളിച്ചും കളയുന്ന മനുഷ്യന് ആടിനെ വാങ്ങിക്കൊടുക്കുകയും കോഴിയെ വാങ്ങിക്കൊടുക്കുകയും വീട് വെച്ചു കൊടുക്കുകയും ചെയ്യുന്ന സിദ്ധാന്തമായി അനേകർക്കും ക്രിസ്തുമാർഗം അധപ്പതിച്ചിരിക്കുകയാണ്. വ്യക്തികളുടെ ആന്തരിക രൂപാന്തരത്തിന് സഹായിക്കാതെ ബാഹ്യമായി ചമയിക്കുവാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന ആധുനിക വേദശാസ്ത്രജ്ഞന്മാർ. ആവുന്നത്രയും പരീക്ഷിച്ച് അറിവും അനുഭവവുമുള്ളവർ ചവറ്റുകൊട്ടയിൽ കളഞ്ഞ സിദ്ധാന്തങ്ങൾ കെട്ടിപ്പിടിച്ച് ക്രിസ്തുമാർഗത്തെ അതിലേക്ക് വലിച്ചിഴയ്ക്കുവാൻ ശ്രമിക്കുന്നത് യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുവാനുള്ള ഭയം കൊണ്ടും ഞാൻ തെറ്റി എന്ന് പറയുവാൻ മടിക്കുന്ന ദുരഭിമാനം കൊണ്ടുമല്ലേ സുഹൃത്തെ? അതെ, ഈ കപടനാടകം ക്രിസ്തുമാർഗത്തിനു വെളിയിൽ പോരെ? ഈ ലേഖന പഠനത്തിൽ താങ്കൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും ശ്രദ്ധിക്കുമ്പോൾ താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ എനിക്ക് എഴുതാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ സംശയം പരിഹരിച്ചു തരുവാൻ ഞാൻ എന്നാലാവുന്നത് ചെയ്യാം. കൊലോസി ലേഖനത്തിന്റെ ദൂത് നാം കാണുമ്പോൾ ക്രിസ്തീയ സഭയ്ക്ക് 2 അപകട സാധ്യത ആകുന്നു ഉള്ളത് എന്ന് കാണുവാൻ സാധിക്കും. ഒന്ന്, സഭ തണുത്ത് വെറും ആചാരാനുഷ്ഠാനങ്ങളായി മാറുക എന്നത്. മറ്റേത്, അത് ഉൽപ്പതിഷ്ണതയിലും തത്വജ്ഞാനത്തിലും ആവിയായി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. താൻ ജീവന്റെ ജലമാകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞ കാര്യം താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ ജീവന്റെ മഞ്ഞുകെട്ടിയാണെന്നോ ഞാൻ ജീവന്റെ നീരാവിയാകുന്നു എന്നതോ അല്ല അവൻ പറഞ്ഞത്. അവൻ ജീവന്റെ ജലമാകുന്നു.
ജീവന്റെ ഊഷ്മാവിലുള്ള ജലം. ഉറഞ്ഞ് കട്ടിയാകുന്നതോ തിളച്ചാവിയാകുന്ന അവസ്ഥയോ അല്ല. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നതാണ് ജീവന്റെ ജലം. കൊലോസ്യ ലേഖനം 1-ാം 27-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. ക്രിസ്തു താങ്കളിൽ ജീവിക്കേണ്ടതാണ്. താങ്കൾ ജീവിക്കുന്ന സ്ഥാനങ്ങളിൽ കൂടി അവൻ നടക്കാനിടയാകണം. നാം ജീവിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ കാണുവാൻ ഇടയാകുകയാണ് ക്രിസ്തീയ സഭയെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതത്രേ ക്രിസ്തുമാർഗം. ക്രിസ്തുവിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ക്രിസ്തുവിൽ നിന്നും എന്തെങ്കിലും കുറച്ചു കളയുകയോ ചെയ്യുന്ന അപകടം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പഴയ ദുരുപദേശം ഏറ്റവും പുതിയ ദുരുപദേശം തന്നെയാണെന്ന് നാം മറക്കരുത്. ഗണിതശാസ്ത്രത്തിലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമല്ല ക്രിസ്തുമാർഗം. ക്രിസ്തുമാർഗം ക്രിസ്തുവാകുന്നു. കൊലോസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നത് ഇതത്രേ: അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസ്യ ലേഖനം 2-ാം 9-ാം വാക്യം. നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം ക്രിസ്തുവിൽ കണ്ടെത്താവുന്നതാണ്. വില്യം സാൻഡേ എന്ന ഭക്തൻ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: എഫേസ്യ ലേഖനത്തിൽ പ്രധാന വിഷയം സഭയാകുന്നു. അവിടെ നിന്നും സഭയുടെ തലയാകുന്ന ക്രിസ്തുവിലേക്ക് ചിന്ത ഉയർന്നുപോകുന്നു. കൊലോസ്യ ലേഖനത്തിലാകട്ടെ ക്രിസ്തുവാകുന്നു പ്രധാന വിഷയം. അവിടെ നിന്നും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ചിന്ത താഴ്ന്നിറങ്ങുന്നു. ഈ ലേഖനത്തിലെ പ്രസക്തമായ ചിന്ത ക്രിസ്തു സകലവുമാകുന്നു എന്നതത്രേ. ഈ വലിയ അനുഭവം ഉണ്ടായിരുന്നതിനാലാണ് സാധു കൊച്ചുണ്ണി പാടിയത്: എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു എന്ന്. യേശുവിനെ തങ്ങളുടെ എല്ലാമായി കണ്ടെത്തുവാൻ കഴിഞ്ഞ ഭാഗ്യം, ഇത് ഇല്ലാത്തതാണ് ഇന്നത്തെ പ്രശ്നം. സുഹൃത്തെ, ചാൾസ് സ്പർജൻ എന്ന പ്രസംഗകൻ പറഞ്ഞത്: നിന്റെ ഒന്നുമില്ലായ്മയിലേക്ക് നോക്കുക, വിനയപ്പെടുക. എന്നാൽ നിന്റെ വലിയ പ്രതിനിധിയായ ക്രിസ്തുവിങ്കിലേക്ക് നോക്കുക, സന്തോഷമായിരിക്കുക. താങ്കളെ അവനിൽ കാണുവാൻ സാധിക്കുമെങ്കിൽ അനേകം മനോവേദനകളിൽ നിന്നും രക്ഷപ്പെടുവാൻ അത് താങ്കളെ സഹായിക്കും. പ്രിയനായവനിൽ അംഗീകരിച്ച് അവനെ നമ്മുടെ എല്ലാമായി കാണുന്ന അവസ്ഥ, ക്രിസ്തുവിന്റെ സ്നേഹനിർഭരമായ പാപക്ഷമയിൽ ചാരി വിശ്രമിക്കുവാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ അതിനേക്കാൾ നല്ല ഒരിടം താങ്കൾക്ക് വേറെ കാണില്ല. താങ്കൾ അവനിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, വിശ്രമിക്കുന്നുവെങ്കിൽ ഒരു ആചാരത്തിലൂടെ പോകേണ്ട ആവശ്യം താങ്കൾക്കില്ല എന്ന് താങ്കൾ പെട്ടെന്ന് മനസ്സിലാക്കും. ഇന്ന് വലിയ കാര്യമായി ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന പലതും അർത്ഥശൂന്യമെന്ന് താങ്കൾ പെട്ടെന്ന് ഗ്രഹിക്കും. ബൈബിൾ ദൈവവചനമാണെന്ന് താങ്കൾ ഒന്നുകിൽ അംഗീകരിക്കും, അല്ലെങ്കിൽ ബൈബിൾ ദൈവവചനമാണെന്ന് താങ്കൾ വിശ്വസിക്കുകയില്ല. ബുദ്ധിവൈഭവം കാണിക്കുവാനുള്ള ഇന്നത്തെ സഭകളിലെ പരാക്രമം നമുക്ക് നിർത്താം. അത് ഒട്ടും നല്ലതല്ല. ആരെയെങ്കിലും അനുകരിച്ച് സംസാരിക്കുന്നതിനേക്കാൾ ഫലപ്രദം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അവതരിപ്പിക്കുകയാണ്. വളരെ നല്ല ആത്മീയ അനുഭവം ഉണ്ടായിരുന്ന അനേകർ, ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നവർ, ഏതെങ്കിലും സ്ഥാനത്തൊക്കെ പോയി പഠിച്ചിട്ട് ഇപ്പോൾ ആരാണ്ടെയൊക്കെ അനുകരിക്കുവാൻ ശ്രമിക്കുന്ന പരിതാപകരമായ സ്ഥിതിയാണ് ഇന്ന് അനേകം സഭകളിലും ശുശ്രൂഷകന്മാരിലും കാണുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന സഭാ ശുശ്രൂഷകന്മാരോട് എനിക്ക് പറയുവാനുള്ളത്: നിങ്ങൾ വെറും നിങ്ങളായി തന്നെ, അതെ, ആത്മാർത്ഥമായ നിങ്ങളായി തന്നെ ശുശ്രൂഷിക്കുന്നതാണ് പ്രയോജനപ്പെടുന്നത്. ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ അംഗീകാരത്തിനായി അടിച്ചുവിടാതെ ഹൃദയംഗമായി താങ്കൾ വിശ്വസിക്കുന്നതിന് സത്യത്തെ അവതരിപ്പിക്കുക. മറ്റുള്ളവരോട് അത് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ തലയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നായിരിക്കും സംസാരിക്കുന്നത്. ദൈവത്തിന്റെ സമ്പൂർണതയായ ക്രിസ്തു വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് ഒഴിക്കപ്പെട്ടതായിട്ടാണ് ഈ ലേഖനത്തിന്റെ പ്രായോഗിക ഭാഗം നമ്മെ കാണിക്കുന്നത് എന്ന് നാം ഓർക്കണം. പരിമള തൈലം നിറച്ച വെൺകൽ ഭരണി ഇന്ന് പൊട്ടിക്കെട്ടിയിരിക്കുന്നു. ലോകം ചിലതൊക്കെ കാണണം എന്ന് മാത്രമല്ല, ചിലതൊക്കെ മണക്കുക കൂടെ വേണം. ഈ ലോകത്തിലെ മലിനത ഈ ദിവസങ്ങളിൽ വളരെയേറെ ദുർഗന്ധം പരത്തുന്നു. ഈ സാഹചര്യത്തിൽ ക്രിസ്തുവിന്റെ സുഗന്ധവും മനോഹാരിതയും പരത്തുകയാണ് ആവശ്യം. പരിമള തൈലം നിറച്ച വെൺകൽ ഭരണി പൊട്ടിച്ച് സുഗന്ധം വെളിയിൽ വിടുവാനുള്ള അനുവാദം ക്രിസ്തുവിന്റെ സഭയ്ക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. ഈ ലേഖനം പഠിക്കുന്ന ഓരോരുത്തർക്കും അതിനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
4 അധ്യായങ്ങൾ മാത്രമുള്ള ഈ ലേഖനത്തെ 2 ഭാഗങ്ങളായി തിരിക്കാവുന്നതാണ്. ആദ്യത്തെ 2 അധ്യായങ്ങൾ ക്രിസ്തു എന്തു ചെയ്തു എന്നും ഒടുവിലത്തെ 2 അധ്യായങ്ങൾ വിശ്വാസികൾ എന്തു ചെയ്യണമെന്നും വിവരിക്കുന്നതാണ് ഈ ചെറിയ ലേഖനത്തിൽ നാം കാണുന്നത്. മനോഹരമായിരിക്കില്ലേ? നമുക്ക് ഒരുമിച്ച് ഇത് പഠിക്കുന്നതിനു മുൻപായി കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി അവിടുത്തെ കൃപയ്ക്കായി യാചിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് അവിടുത്തെ വചനം പഠിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അതനുസരിക്കുവാൻ തന്നിട്ടുള്ള സാഹചര്യങ്ങൾക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും കേട്ട് മറക്കുന്നവരാണ് കർത്താവേ. ഞങ്ങൾ ഈ കൊലോസ്യ ലേഖനം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ കർത്താവെ അനുസരിക്കുന്ന മനോഭാവത്തെ നീ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം പഠിക്കുവാൻ ആരംഭിച്ച ഓരോരുത്തർക്കായിട്ട് സ്തോത്രം. നിന്റെ കൃപ നിന്റെ കുഞ്ഞുങ്ങളോട് തുടർന്നുണ്ടായിരിക്കണമേ. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം.